നമസ്കാരം. ഗ്ലോബൽ തോട്ട്സിലേക്ക് സ്വാഗതം. പലസ്തീൻകാരുടെ വംശഹത്യ ലക്ഷ്യമിട്ട് ഗാസയിലെ നിരായുധ ജനതയ്ക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന നിഷ്ഠൂരമായ യുദ്ധക്കുറ്റം വരുന്ന ഒക്ടോബർ 7 ഒരു വർഷം തികയുകയാണ്. ഇക്കാലത്തിനിടെ ഗാസയിൽ ഇസ്രായേൽ കൊന്നൊടുക്കിയവരുടെ എണ്ണം ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് 42,000-ഓളമായി. ഇവരിൽ 17,000-ഓളം പേർ നിഷ്കളങ്കരായ കുട്ടികളാണ്. 10,000-ലധികം സ്ത്രീകളും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു. ആയിരക്കണക്കിന് വയോധികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. 10,000-ലധികം ആളുകളെ കാണാതായിട്ടുണ്ട്. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു. കാണാതായവരിൽ ഭൂരിപക്ഷവും അവയുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ മണ്ണണിഞ്ഞിട്ടുണ്ടാവാം. മനുഷ്യരാശിയെയാകെ വെല്ലുവിളിച്ചാണ് സയനിസ്റ്റ് വംശീയ രാഷ്ട്രം പലസ്തീൻ ജനതയെ വേട്ടയാടുന്നത്. കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസ് അംഗങ്ങൾ ഇസ്രായേലിൽ കടന്നു നടത്തിയ മിന്നലാക്രമണത്തിന്റെ പേരിലാണ് ഈ വംശഹത്യ. ഹമാസുകാർ ബന്ദിയാക്കിയ ഇസ്രായേലികളെ മോചിപ്പിക്കുന്നതിനും ഹമാസിനെ ഇല്ലാതാക്കുന്നതിനുമാണ് യുദ്ധം എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ അവകാശവാദം. എന്നാൽ യഥാർത്ഥത്തിൽ നെതന്യാഹു ബന്ദികളുടെ മോചനം അസാധ്യമാക്കുകയാണെന്ന് കഴിഞ്ഞ മാസം ഗാസയിലെ തുരങ്കത്തിൽ 6 ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹം കണ്ടെത്തിയോടെ വ്യക്തമായി. ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലെബനനിൽ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരിക്കുകയാണ്. സാധാരണ ജനങ്ങളടക്കം ഉപയോഗിക്കുന്ന വാർത്താവിനിമയ സംവിധാനങ്ങളെപ്പോലും ഭീകരതയ്ക്ക് ആയുധമാക്കുന്ന ഇസ്രായേൽ എന്ന വംശീയ ഭീകര രാഷ്ട്രത്തിന്റെ തനിനിറം ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുകയാണ്. എന്നാൽ ഇത്തവണ ഗ്ലോബൽ തോട്ട്സിൽ ഗാസയിലെയും ലെബനനിലെയും ഇസ്രായേലി ആക്രമണങ്ങളല്ല വിഷയം. ഹമാസ് ഇല്ലാത്ത വെസ്റ്റ് ബാങ്കിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇവിടെ പരിശോധിക്കുന്നത്. ഹമാസിനെ ഇല്ലാതാക്കാനാണ് ഗാസയിൽ ആക്രമണം തുടരുന്നതെന്ന ജൂതരാഷ്ട്രത്തിന്റെ വാദം പച്ചക്കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് ഇക്കാലത്തിനിടെ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ നടത്തിയ അതിക്രമങ്ങൾ. ഹമാസിന് കാര്യമായി സ്വാധീനമില്ലാത്ത പ്രദേശമാണ് വെസ്റ്റ് ബാങ്ക്. പലപ്പോഴും ഇസ്രായേലിനെയും അമേരിക്കയെയും അനുസരിക്കുന്ന പലസ്തീൻ അതോറിറ്റി ചെയർമാൻ മഹ്മൂദ് അബ്ബാസിന്റെ ഫത്തായ്ക്ക് ഇസ്രായേൽ പരിമിത അധികാരം അനുവദിച്ചിട്ടുള്ള സ്ഥലമാണിത്. ഇവിടെ ഏതാണ്ട് ഒരു വർഷത്തിനിടെ 716 പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത്. കൃത്യമായി പറഞ്ഞാൽ 350 ദിവസത്തിനിടെ. അതായത് ദിവസവും 2 പേരിലധികം. ദിവസേന പലസ്തീൻ പ്രദേശങ്ങൾ കയ്യേറുന്ന അനധികൃത ജൂത കുടിയേറ്റക്കാരുടെയും അവരുടെ സഹായത്തിനെത്തുന്ന ഇസ്രായേലി സൈന്യത്തിന്റെയും ആക്രമണങ്ങളിലാണ് ഇത്രയധികം പലസ്തീൻകാർ വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത്. ഇവരിൽ 160 കുട്ടികളും ഉൾപ്പെടുന്നു. 5,750 പലസ്തീൻകാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 2005 ഏരിയൽ ഷറോൺ പ്രധാനമന്ത്രിയായിരിക്കെ ഇസ്രായേൽ ഗാസയിൽ നിന്ന് ജൂത കുടിയേറ്റക്കാരെ പൂർണ്ണമായും ഒഴിപ്പിച്ചിരുന്നു. ജെറുസലേം അടക്കം വെസ്റ്റ് ബാങ്കിനെ പൂർണ്ണമായി ഇസ്രായേലിന്റെ ഭാഗമാക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു അത്. പിന്നീടും വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ അധിനിവേശം തുടർന്നു എന്ന് മാത്രമല്ല, അവിടെ അനധികൃത ജൂത കുടിയേറ്റങ്ങൾ വ്യാപിപ്പിക്കുകയും ചെയ്തു. പലസ്തീൻ രാഷ്ട്രം യാഥാർത്ഥ്യമാവുന്നതിന്റെ മുന്നോടി എന്ന പേരിലാണ് 93 ഓസ്ലോ കരാർ ഒപ്പുവെച്ചത്. പലസ്തീൻകാരെ ഭിന്നിപ്പിക്കുന്നതിനും അവരുടെ സ്വാതന്ത്ര്യ പോരാട്ടത്തെ തളർത്തുന്നതിനും വേണ്ടി അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ആവിഷ്കരിച്ച മറ്റൊരു ചതിയായിരുന്നു ഓസ്ലോ കരാർ എന്ന് പിന്നീടാണ് വ്യക്തമായത്. യൂറോപ്പിൽ ജൂതർ വംശഹത്യ ചെയ്യപ്പെടുകയും അവിടെ നിന്ന് ആട്ടിയോടിക്കപ്പെടുകയും ചെയ്തപ്പോൾ ജൂതരാഷ്ട്രമുണ്ടാക്കാൻ ബ്രിട്ടന്റെ മുൻകൈയിൽ അവിഭക്ത പലസ്തീനെ വെട്ടിമുറിച്ചതുപോലെ ഒരു ചതി. വെസ്റ്റ് ബാങ്കിലും ഗാസയിലും പലസ്തീൻ അതോറിറ്റിക്ക് സ്വയംഭരണാധികാരം ഉണ്ടാകുമെന്നാണ് ഓസ്ലോ കരാറിൽ വിഭാവന ചെയ്തത്. എന്നാൽ ഈ കരാറിന് പുല്ലുവില പോലും നൽകാതെ ഇസ്രായേൽ പലസ്തീൻ പ്രദേശങ്ങളിൽ ജൂത കുടിയേറ്റങ്ങൾ വ്യാപിപ്പിക്കുന്നതാണ് പിന്നീട് കണ്ടത്. 1993 ഓസ്ലോ കരാർ ഒപ്പുവെക്കുമ്പോൾ വെസ്റ്റ് ബാങ്കിൽ 1,10,000 ജൂത കുടിയേറ്റക്കാരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ 7,20,000-ഓളം അനധികൃത ജൂത കുടിയേറ്റക്കാർ താമസിക്കുന്നുണ്ട്. അതായത് പലസ്തീൻ പ്രദേശങ്ങളിലെ ജൂത കുടിയേറ്റക്കാരുടെ എണ്ണം 3 പതിറ്റാണ്ടിനിടെ 5 മടങ്ങിലധികമായി. ഓസ്ലോ കരാർ നടപ്പാക്കാൻ ബാധ്യസ്ഥമായ ഇസ്രായേലി സർക്കാരിന്റെ സാമ്പത്തിക സൈനിക സഹായത്തോടെയാണ് ജൂതർ സംഘടിതമായി വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻകാരുടെ ഭൂമി കയ്യേറി കുടിയേറ്റ പട്ടണങ്ങൾ സ്ഥാപിക്കുന്നത്. എതിർക്കുന്ന പലസ്തീൻകാരെ കൊന്നൊടുക്കിയും അടിച്ചോടിച്ചുമാണ് ഭൂമി കയ്യേറ്റം. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ 800-ലധികം ആക്രമണങ്ങൾ ജൂത കുടിയേറ്റക്കാർ നടത്തിയെന്നാണ് കണക്ക്. വെസ്റ്റ് ബാങ്കിലെ മറ്റു പ്രദേശങ്ങളിൽ നിന്ന് ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളെ കോട്ടമതിലുകൾ കെട്ടി വേർതിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ വെസ്റ്റ് ബാങ്കിൽ 13,000 ജൂത കുടിയേറ്റ ഭവനങ്ങൾ നിർമ്മിക്കാൻ ഇസ്രായേൽ മന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുണ്ട്. കൂടാതെ 3,000 ഏക്കറിലധികം പലസ്തീൻ ഭൂമി പിടിച്ചെടുത്ത് ഇസ്രായേലി സർക്കാർ ഭൂമിയായും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബാങ്കിൽ ജൂതർ കയ്യേറിപ്പാർക്കുന്ന പ്രദേശങ്ങളിലേക്ക് അത്യാധുനിക നിലവാരത്തിലുള്ള റോഡുകളടക്കം നിർമ്മിച്ചിട്ടുണ്ട്. എന്നാൽ പലസ്തീൻകാർ അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ റോഡുകൾ നന്നാക്കുന്നതടക്കം അത്യാവശ്യം സൗകര്യങ്ങൾ പോലും ഇസ്രായേലി അധിനിവേശ സർക്കാർ അനുവദിക്കുന്നില്ല.
യേശുക്രിസ്തു പിറന്ന ബെത്ലഹേമിൽ പോലും ആഴ്ചകൾ കൂടുമ്പോഴാണ് കുടിവെള്ള ടാങ്കറുകൾക്ക് പ്രവേശനം. അവിടെയുള്ള ജനങ്ങൾ വെള്ളത്തിന് പോലും റേഷനാണ്. ജെറുസലേമിനെ ചാവുകടലുമായി ബന്ധിപ്പിക്കുന്ന ദേശീയപാത വെസ്റ്റ് ബാങ്കിലൂടെയാണ് കടന്നു പോകുന്നത്. എന്നാൽ അതുപയോഗിക്കാൻ പലസ്തീൻകാർക്ക് അവകാശമില്ല. അവർ 2-3 ഇരട്ടി ദൂരം യാത്ര ചെയ്ത് വേണം ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്താൻ. ഇത്തരത്തിൽ എല്ലാ തരത്തിലും പഴയ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവെറിയൻ ഭരണകാലത്തേതിന് സമാനമായ വിവേചനങ്ങളാണ് പലസ്തീൻകാർ സ്വന്തം മണ്ണിൽ നേരിടുന്നത്. പലസ്തീൻകാർ പൂർണ്ണമായും രാജ്യം വിട്ടുപോവാൻ, അവർക്ക് അവിടെ ജീവിതം അസാധ്യമാക്കുന്നതിനാണ് ഇസ്രായേലിന്റെ പദ്ധതി. ജൂത കുടിയേറ്റക്കാരും ഇസ്രായേലി സൈന്യവും വെസ്റ്റ് ബാങ്കിൽ നടത്തിവരുന്ന ഇത്തരം അതിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ വേണം ഇസ്രായേലിന്റെയും അനുകൂലികളുടെയും നുണപ്രചാരണങ്ങളെ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസിന്റെ നടപടിയോടെയാണ് ചരിത്രം ആരംഭിച്ചതെന്ന മട്ടിലാണ് ഇസ്രായേലും അതിനെ പിന്തുണയ്ക്കുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങളും അവയുടെ നിയന്ത്രണത്തിലുള്ള മാധ്യമങ്ങളും ആഖ്യാനങ്ങൾ പടച്ചുവിടുന്നത്. എന്നിട്ടും പാശ്ചാത്യ ലോകത്ത് പോലും ജനങ്ങൾക്കിടയിൽ പലസ്തീൻ ഐക്യദാർഢ്യം വളരുന്നുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് കൂടുതൽ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാൻ തയ്യാറാവുന്നുണ്ട്. 27 അംഗ യൂറോപ്യൻ യൂണിയനിൽ 14 രാഷ്ട്രങ്ങൾ ഇപ്പോൾ പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിക്കുന്നുണ്ട്. 10 വർഷം മുമ്പ് വരെ ഒരു യൂറോപ്യൻ രാജ്യം പോലും പലസ്തീനെ അംഗീകരിച്ചിരുന്നില്ല. ലോകത്തിന്റെ പൊതുവികാരം ഇത്തരത്തിൽ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിട്ടും അത് വകവയ്ക്കാതെ നെതന്യാഹു രക്തദാഹവുമായി മുന്നോട്ടു പോവുകയാണ്. ആക്രമണം അവസാനിപ്പിക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയും അന്താരാഷ്ട്ര കോടതിയും അടക്കം ആവശ്യപ്പെട്ടിട്ടും ഇസ്രായേൽ അല്പം പോലും വകവച്ചിട്ടില്ല. അമേരിക്കയടക്കം പ്രധാന പാശ്ചാത്യ സാമ്രാജ്യത്വ രാഷ്ട്രങ്ങളുടെ പിന്തുണ മാത്രമാണ് ഇതിന് കാരണം. മനുഷ്യാവകാശങ്ങളുടെയും ജനാധിപത്യത്തിന്റെയും പേരിൽ അമേരിക്കയും കൂട്ടരും ചില രാജ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിലെ കാപട്യം തെളിയിക്കുന്നതാണ് ഈ രാജ്യങ്ങൾ ഇസ്രായേലിന് നൽകുന്ന പിന്തുണ. ഇതിനിടെ പലസ്തീൻ പ്രദേശങ്ങളിലെ ഇസ്രായേലി അധിനിവേശം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുന്ന പ്രമേയം UN പൊതുസഭ 2/3 വോട്ടോടെ പാസാക്കിയപ്പോൾ ഇന്ത്യ വിട്ടുനിന്നത് രാജ്യത്തിന് നാണക്കേടായി. രാജ്യം ഈ വിഷയത്തിൽ ഉയർത്തിപ്പിടിച്ചു വന്ന നിലപാടിന് വിരുദ്ധമായാണ് മോദി സർക്കാർ പാശ്ചാത്യ താൽപര്യത്തിന് വഴങ്ങുന്ന നിലപാട് സ്വീകരിച്ചത്.